എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരുടെ ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടും അവർ നമുക്ക് റിപ്ലൈ തരുന്നില്ല. ഒരുപക്ഷെ അവർ ആ സമയത്ത് ഓൺലൈനിൽ ഉണ്ടായിരിക്കാം, എന്നാലും നമുക്ക് റിപ്ലൈ തരുന്നില്ല. ഇനി അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ മെസ്സേജ് അവർ കണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്, ആ സമയത്ത് അവർ ഓൺലൈനിൽ ഇല്ലേ പോലും പിന്നീട് അവരത് കണ്ടു എന്ന് നമുക്ക് ഉറപ്പാണ്, എങ്കിലും അവർ നമുക്ക് റിപ്ലൈ തരുന്നില്ല. വൈകി പോലും ഒരു റിപ്ലൈ തരുന്നില്ല. ചിലവർ ഒരിക്കലും റിപ്ലൈയേ തരുന്നില്ല, എത്ര വിളിച്ചാലും തിരിച്ചു വിളിക്കുന്നുമില്ല. ഇനി ചില സാഹചര്യത്തിൽ ചിലർ ഒരുപാട് വൈകിട്ട് ചിലപ്പം ചെറിയ റിപ്ലൈ ഒക്കെ തരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ അവരുടെ മനസ്സിലിരിപ്പോൾ എന്തൊക്കെ ആയിരിക്കാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാണ്ട് മറക്കരുത്. അപ്പോൾ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എൻ്റെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 100% ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ പൊടി, അതിന് ഒരുപാട് സൗന്ദര്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അത് വേണ്ടവർക്കും എൻ്റെ ഒരു വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമതായിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിങ്ങനെ മെസ്സേജ് അയച്ചിട്ടും അവർ പെട്ടെന്ന് നിങ്ങൾ റിപ്ലൈ തരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് വൈകി റിപ്ലൈ തരുന്നു, അതും അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് റിപ്ലൈയേ തരുന്നില്ല എന്നുള്ള രീതിയിലാണ്, ഒരുപാട് കാലം നോക്കിയിരുന്നിട്ട് റിപ്ലൈ തരുന്നില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ഒട്ടും മിസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം മിസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് തിരിച്ച് മെസ്സേജ് വിടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെയൊക്കെ ആദ്യ കാലങ്ങളിൽ രണ്ടുപേരും ഒരുപോലെ മത്സരിച്ച് മിസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് രണ്ടുപേർക്കും ഒരുപോലെയാണ്. ഒരാളുടെ കോൾ കണ്ടില്ലേ മറ്റേ ആൾക്ക് ചങ്ക് പൊട്ടുന്ന വേദനയാണ്, വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത മിസ്സിങ് ആണ്. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രണ്ടുപേരും സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മാത്രം ആ ഒരു മിസ്സിങ് ഉണ്ട്, പക്ഷേ മറ്റേ വ്യക്തിക്ക് ആ മിസ്സിങ് ഇല്ല. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് മറുപടി തരാത്തതിൻ്റെ ഒരു കാരണം. ഇനി രണ്ടാമതായിട്ട്, ആ വ്യക്തി ഓൺലൈനിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മറുപടി തരുന്നില്ല, അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും തരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴയാൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് അയാൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടില്ല, നിങ്ങളെ 100% ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ഈ ബന്ധം വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണോ വേണ്ടയോ എന്ന് അറിയത്തില്ല. പക്ഷേ മധുരിഫിക്കേഷൻ കാരണം തുപ്പാനും മേല, കൈപ്പിഫിക്കേഷൻ കാരണം ഇറക്കാനും മേല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ ഒരു പാസീവായിട്ട് അവർ അവോയ്ഡ് ചെയ്യുകയാണ്. കാരണം അവർ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പ്രതീക്ഷ നൽകണ്ട, അല്ലെങ്കിൽ ശരിക്കും അവരൊരു ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബെറ്റർ സൈലൻസ് ആണ് ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് അവർ നിങ്ങളോട് അധികം അടുപ്പത്തിന് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നില്ല. ഇനി മൂന്നാമതായിട്ട്, അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുള്ള താല്പര്യമില്ലായ്മ കാണിക്കാനും ഇങ്ങനെ മറുപടി തരത്തില്ല. അതായത് ആദ്യമൊക്കെ ഭയങ്കര താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവരുടെ താല്പര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും എല്ലാം ആ ഒരു അളവ് കുത്തനെ കുറഞ്ഞു പോയി. അത് വല്ലാണ്ട് ഇല്ലാതെയായിരിക്കുന്നു. ഒരു പരിധിയിലധികം ആ ഒരു അളവ് താന്നുപോയി. സ്നേഹത്തിൻ്റെയും മിസ്സിങ്ങിൻ്റെയും താല്പര്യത്തിൻ്റെയും ഒക്കെ ഒരു അളവ് കുറഞ്ഞു പോയി. അപ്പോൾ അത് കാണിക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല മാർഗ്ഗം, നിങ്ങളെപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പം തിരിച്ചയക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു റിപ്ലൈയും തരാതിരിക്കുക. അപ്പോൾ അത് കാണിക്കുന്നത് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം ഇല്ല എന്നുള്ളതാണ്. കാരണം റിയൽ സ്നേഹമുള്ളവർക്ക് ഇങ്ങനെ വിളിക്കാതിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആണ്, ചങ്ക് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ചങ്ക് പൊട്ടിപ്പോകുമ്പോൾ തന്നെ അവർക്ക് വിളിക്കാതിരിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് വിഷമം. അതുകൊണ്ടാണ് ചില വ്യക്തികൾ അങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ മറ്റേ വ്യക്തിക്ക് ആ രീതിയിലൊരു ഫീൽ ഉണ്ടാവുന്നില്ല, കാരണം അവർക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടു, താല്പര്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ വളരെ കൂളായിട്ട് മിണ്ടാതിരിക്കുന്നത്. അതിനുള്ള ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ അവരോട് നമ്മൾ പരാതി പറയണം, അയ്യോ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത്, ഇത്രയും 10 ദിവസമായില്ല എന്നിട്ടും എന്നെ വിളിച്ചില്ല. അപ്പോൾ അവർ കൂളായിട്ട് പറയും, 10 ദിവസം മുമ്പല്ലേ വിളിച്ചത്, പിന്നെ എന്തിനാണ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണത്, എന്തിനാണ്. അപ്പോൾ നമ്മൾ പറയണം, അയ്യോ എനിക്ക് ഒരുപാട് വിഷമമാണ്, അതുകൊണ്ട് എനിക്ക് കരച്ചിൽ വരുന്നു എന്നൊക്കെ കരച്ചിലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിക്കും അവർ. എന്തിനു കരയുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അർത്ഥം അവർക്ക് നമ്മുടെ ഫീലിംഗ് മനസ്സിലാവുന്നില്ല. അതായത് നമ്മുടെ ആ ഒരു മിസ്സിങ് ഫീൽ അവർക്കില്ല. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മിസ്സിങ് ഫീലും ഇല്ലാതെ വരുന്നത് ഈ പറഞ്ഞ സ്നേഹം ഇല്ലാത്തതുകൊണ്ടും താല്പര്യം കുറഞ്ഞു പോകുന്നതുകൊണ്ടുമാണ്. ഇനി നാലാമത്തെ, അവർ ഉദ്ദേശിച്ച കാര്യം നടന്നു, ഇനി അവർക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമില്ല എന്നുള്ളതാണ്. ചില ബന്ധങ്ങളിൽ ചിലർ നമ്മളോട് ഭയങ്കര സ്നേഹമായി ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറയും, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരിക്കും, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകും. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നിക്കഴിയുമ്പോൾ അവർക്ക് പിന്നെ നിങ്ങളെ വേണ്ട, നിങ്ങളെ കൊണ്ട് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ടുള്ള ബന്ധം തുടരണമെന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല വഴി മെല്ലെ മെല്ലെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു, അല്ല ഒരു കമ്മ്യൂണിക്കേഷൻ്റെ തോത് കുറച്ചുകൊണ്ട് വന്നിട്ട് മൊത്തമായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാക്കാനാണ്. കാരണം പ്രത്യേകിച്ച് നിങ്ങളോട് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവർക്ക് നിങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർ നേടിയെടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഉദ്ദേശം നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരും പിന്നെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ രീതിയിൽ സംസാരിക്കാതെ ആവും എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഡയറക്റ്റ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ പാസീവ് റിജക്ഷൻ എന്നുള്ളതാണ്. അതായത് ആ വ്യക്തി നിങ്ങളെ മനസ്സുകൊണ്ട് ആ വ്യക്തി നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞു, അപ്പോൾ ആ വ്യക്തിക്ക് ഇനി നിങ്ങളുമായിട്ട് ബന്ധം തുടരണമെന്ന് യാതൊരു ആഗ്രഹവും. പക്ഷെ അത് നേരിട്ട് പറയാൻ ആ വ്യക്തിക്ക് മടിയാണ്, ആ വ്യക്തി നിങ്ങളോട് നേരിട്ട് പറയൂല. അപ്പോൾ പലരും ഇങ്ങനെ ഒരു കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് 2 മാസമായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ഒരു മെസ്സേജും വിടുന്നില്ല, നിങ്ങൾ എന്തൊക്കെ മെസ്സേജ് കൊടുത്തിട്ടും ഒരു റിപ്ലൈയും തരുന്നില്ല, നിങ്ങൾ ചങ്കുരുകി കരയുന്നു, അല്ലെങ്കിൽ എനിക്കിത് പറ്റുന്നില്ല, നിങ്ങളില്ലാതെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തി ഒരു കാരുണ്യം കാണിക്കുന്നില്ല, ഒരു ദാക്ഷിണ്യവും ഇല്ല, വളരെ കഠിന ഹൃദയത്തോടെ
ഒരു മെസ്സേജ് പോലും അയക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എത്ര വിളിച്ചാലും ആ വ്യക്തി നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. ആ വ്യക്തി ഇതെല്ലാം കാണുന്നുണ്ട്, കോളും കാണുന്നുണ്ട്, മെസ്സേജും കാണുന്നുണ്ട്, പിന്നെ ആ വ്യക്തി എപ്പോഴും DP മാറ്റുന്നുണ്ട്, ആ വ്യക്തിയുടെ സ്റ്റേറ്റസ് എപ്പോഴും മാറ്റുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ മെസ്സേജ് എപ്പോഴും കാണുന്നുണ്ട്, പക്ഷേ ആ വ്യക്തി ഒരു റിപ്ലൈയും തരുന്നില്ല. ഒരു 2 മാസമൊക്കെ ആയിട്ടും അങ്ങനെ ചെയ്യുന്നില്ല. അതിൻ്റെ 100% അർത്ഥമാണ് അവർ നമ്മളെ ആയിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ പലരും നോക്കിയിരിക്കുകയാണ്, എന്നാലും ബ്രേക്കപ്പ് ആയെങ്കിൽ ബ്രേക്കപ്പ് ഒന്നും പറയണ്ടേ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നു, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളങ്ങനെ നോക്കിയിരുന്ന് മണ്ടന്മാരാവരുത്. ഈ 2 മാസമൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും ഇഷ്ടം എല്ലാം പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു താല്പര്യവും നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അവർ മിസ് ചെയ്തിട്ട് അവർക്ക് ചങ്ക് പൊട്ടിയേനെ, നമ്മളെപ്പോലെ തന്നെ അവർ വേദനിച്ചേനെ. പക്ഷേ അവർക്ക് വേദനിക്കുന്നില്ല, കാരണം അവർക്ക് നമ്മളോടുള്ള സ്നേഹം പോയി. പക്ഷേ അവർക്ക് നേരിട്ട് ഈ ബ്രേക്കപ്പ് എന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുകയാണ്. കാരണം നമ്മൾ തന്നെ കുറേ നാളിങ്ങനെ സ്നേഹത്തിന് വേണ്ടി തെണ്ട് നടന്നിട്ട് ഒരു ഉത്തരവും കിട്ടാതെ വരുമ്പോൾ ഈ പരിപാടി ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറും. അപ്പം നമ്മളവിടെ ബ്രേക്കപ്പ് ചെയ്തതിന് തുല്യമാവും. അവരായിട്ട് ആ ബ്രേക്കപ്പ് പറയുന്നുമില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് പോകുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ഇൻഡയറക്റ്റ് ബ്രേക്കപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പാസീവ് റിജക്ഷൻ തന്നെയാണ്. നമ്മളെ അവർ റിജക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്, നിങ്ങളെ എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യം. അവർ വാവുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അവരുടെ പ്രവൃത്തിയിലൂടെ അവർ കാണിച്ചു തരികയാണ്. 6ാമത്തെയും 7ാമത്തെയും പോയിന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ 1-2 ദിവസമോ അവർക്ക് ബിസി ആയതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടോ മിണ്ടാതിരിക്കുകയോ വിളിക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റാതിരിക്കുകയോ എന്നതിനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. നിരന്തരമായിട്ട് 1-2 മാസമായിട്ട് നിങ്ങൾക്ക് ഒരു റിപ്ലൈ ഇല്ല എങ്കിലാണ് ഈ പറഞ്ഞ 5 കാര്യങ്ങളുടെ അർത്ഥം വരുന്നത്. പക്ഷേ ഇനി പറയാൻ പോകുന്ന 6-7 കാര്യങ്ങളുടെ അർത്ഥം ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് ബ്രേക്കപ്പ് ഒന്നും ആയി കാണത്തില്ല. നിങ്ങളോട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും, എങ്കിലും ചില പ്രത്യേക അവസരങ്ങളിൽ ഈ പറഞ്ഞ പോലെ ബിസി അല്ല എങ്കിൽ പോലും നിങ്ങളെ ചിലപ്പോൾ അവോയ്ഡ് ചെയ്തെന്നിരിക്കാം. അതിൻ്റെ റീസണാണ് ഇനി പറയുന്ന 6-7 കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി പറയുന്ന ഈ 2 കേസുകളിൽ അവർ ബ്രേക്കപ്പ് ആയതല്ല, പക്ഷേ വേറെ ചില താൽക്കാലിക കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു വാല്യൂ കാണിക്കാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം പലരും യൂട്യൂബേഴ്സൊക്കെ പറയാറുണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പുറകെ നടന്നാൽ വാല്യൂ ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ അത് കേട്ടിട്ട് പലരും ഇങ്ങനെ പങ്കാളിയുടെ അടുത്ത് ഇച്ചിരി ഡിലേ ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ലേറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ ഇച്ചിരി ഡിമാൻഡ് ഇടും, കാരണം വില വർദ്ധിക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ചില ടൈപ്പ് ആൾക്കാർക്ക് നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അതിന് റിപ്ലൈ കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് കിട്ടിയില്ലേ അവർ മനസ്സ് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങൾ വില കാണിക്കാനായിട്ട് 2 ദിവസമൊക്കെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അത് ചങ്ക് തകരുന്ന വേദനയായിരിക്കും അവർക്ക്. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളവരോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവരിതുപോലെ നോർമലായിട്ട് തന്നെ അവർ ഒരു മെസ്സേജ് കണ്ടാലും പെട്ടെന്നൊന്നും റിപ്ലൈ തരാത്തവരാണ്. 2-3 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ റിപ്ലൈ തരുന്നത്. ചിലരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അവർ അധികം നേരം ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. വിളിക്കാനും മിണ്ടാനും ഒന്നും ഒരുപാട് അങ്ങനെ താല്പര്യമില്ല. വിളിച്ചാൽ തന്നെ ഒരുപാട് മണിക്കൂറുകളൊന്നും അവർ മിണ്ടത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പെരുമാറാം. അവരോടും ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെ മറുപടി കൊടുക്കാം. അവരോടും അങ്ങനെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ വില നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. പക്ഷേ ഇതുപോലെ ചില ആളുകളുണ്ട്. ഇപ്പോൾ ഇത് 24 മണിക്കൂർ നമ്മുടെ ഒരു അവൈലബിലിറ്റി ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ക്വിക്ക് റിപ്ലൈ ഒക്കെ ആഗ്രഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ മെസ്സേജ് ഡിലേ ചെയ്തൊന്നും വേദനിപ്പിക്കാനായിട്ട് പാടില്ല. ഇനി 7ാമത്തെ താൽക്കാലികമായിട്ടുള്ള പിണക്കം കൊണ്ടും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർ അനുഭവിക്കുന്ന ചില മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് നിങ്ങളോട് ആ സമയത്ത് നിങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് പറ്റത്തില്ലായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അവർക്ക് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ചിലവർ നമ്മളോട് നമ്മുടെ മെസ്സേജ് കണ്ടാലും മിണ്ടാതിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ തന്നെ കയ്യിലത്തെ ചില കുഴപ്പം കൊണ്ട്, അതായത് ചിലപ്പോൾ നമ്മളവരെ വെറുതെ കുറ്റപ്പെടുത്തുന്നു, അവരെ മാനസികമായിട്ട് ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകൾ നമ്മൾ അയച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ ചിലപ്പം ഒരുപാട് മെസ്സേജ് അയച്ച് അവരെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ മെസ്സേജ് കണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വന്നിട്ട്, അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലൊക്കെ മെസ്സേജ് വിട്ടുകൊണ്ടായിരിക്കും അവർ ചിലപ്പം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ചില പിണക്കങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ അവർ തന്നെ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നങ്ങൾ കൊണ്ടോ, അതായത് ചില സമയത്ത് ചിലവരൊക്കെ പാസ്റ്റ് റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷമോ ആ ഒരു ഹർട്ട് ഫീലിംഗ് ഒക്കെ അവർ ഓർത്ത് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു മെസ്സേജ് ഒക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടും ചിലർ അങ്ങനെ ചിലപ്പോൾ ഒരാഴ്ച വരെ ചിലപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിട്ട് ചിലപ്പോൾ ആ രീതിയിലും റിപ്ലൈ തരാതിരുന്നിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ 6-7 കാര്യങ്ങൾ ചിലപ്പോൾ താൽക്കാലികമാണ്, അവർക്ക് നമ്മളോടുള്ള ബന്ധം ബ്രേക്കപ്പ് ആയതുകൊണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ 5 കേസുകളിലെയും അത് നിരന്തരമായിട്ട് ഇങ്ങനെ 1-2 മാസമൊക്കെ നമ്മളോട് അങ്ങനെ മിണ്ടാതിരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു അർത്ഥം തന്നെ ബ്രേക്കപ്പ് എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ പിന്നെ ബന്ധം തുടർന്നാൽ നമ്മുടെ ജീവിതം തന്നെ നരകമാവും, നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്.